നമ്മളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ നല്ല ആംബിയൻസോടെ കുടിക്കണ്ടേ. അപ്പം അതിന് പറ്റിയൊരു കട നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നല്ല തോടാണ്, തൊട്ടപ്പുറത്ത് ഒരു വയൽ പ്രദേശം. അപ്പോൾ കടയും കാര്യമെല്ലാം കൂടുതൽ എവിടെയാണെന്നെല്ലാം പറഞ്ഞുതരാം. വാ. നമ്മുടെ ഗിരിജാമയുടെ കടയിൽ രാവിലെ നല്ല ദോശ കിട്ടും, പിന്നെ വൈകുന്നേരം ഉണ്ട്. ഉച്ചഭക്ഷണം ഇല്ല, പക്ഷെ രാവിലെയും വൈകുന്നേരമാണ് കച്ചവടവും കാര്യങ്ങളെല്ലാം. ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ, കാരണം ഒരു രക്ഷയില്ല. അമ്മേ, ദോശ റെഡി അല്ലേ? ദോശ റെഡി. റെഡി. എന്താ സാമ്പാറോ? എന്താ സാമ്പാർ? സാമ്പാർ, പപ്പടം, ഓംലേറ്റ്, ചായ. അമ്മ സുഖം തന്നെ? സുഖം. എത്ര വർഷമായി അമ്മ? 18 വർഷമായി. ഇവിടെ തന്നെ കട? ഇവിടെ അല്ല, നേരത്തെ അങ്ങ് റോഡിലായിരുന്നു. നിങ്ങൾ വണ്ടി അപ്പുറത്ത് മാറി. നമുക്ക് ഡെയിലി നല്ല കച്ചവടം ഉണ്ടോ? ഇപ്പോഴും കുറവാണ്. ഈ കൊറോണ സമയം, നോട്ട് പ്രതിസന്ധിയൊക്കെ വന്നതിന് ശേഷം പണിക്കാരൊന്നും ഇല്ലല്ലോ. അതിന് മുമ്പേയൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോയത്. നമ്മൾ കണ്ടറിഞ്ഞു വന്ന, അങ്ങനെ കേട്ടറിഞ്ഞു വന്ന അമ്മയുടെ കട ഇവിടെ ഉണ്ട്. ഞാൻ പഠിച്ച്. അപ്പൊ ഇനി ഇത് വേണ്ട, അത് മതി. ഈ പണി മതിയല്ലേ? ഈ പണി അവിടെ ഇവിടെ ഇങ്ങനെ റോഡിൽ തട്ട് വെച്ച് അങ്ങ് പോയാ മതി. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം. ദോശ ആയി തോന്നുന്നു. ആയി. കിട്ടുന്നില്ലല്ലോ. പണി കിട്ടോ? കിട്ടി. ഞാൻ ദോശ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഓംലെറ്റ്. പൊട്ടിക്കട്ടെ? മുട്ട പൊട്ടിച്ച് അതിലൊഴിച്ച് കുറച്ച് ഉള്ളി, നല്ല വൺ സൈഡ് ഓംലെറ്റും ദോശയും കഴിക്കട്ടെ. ശരി. ഇതാ എടുത്തു വെച്ചോ. ഇലയില് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഓംലെറ്റ് ആണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ദോശയും. ഒരു പരീക്ഷണമാണ്. ശരി. ഇവിടെ ജോലിക്ക് ആൾ ആവശ്യമാണോ? ഇവിടെ? അയ്യോ, അതിനുള്ള കച്ചവടം ഒന്നും ഇല്ലല്ലോ സാർ. ഇല്ല. നമ്മളിങ്ങനെ അത് ഇതില് അങ്ങനെ കൂലിക്ക് കൊടുത്താൽ പിന്നെ അവർക്കല്ലേ പറ്റുള്ളൂ. അയ്യോ, എങ്കിൽ റോഡിലും അല്ലടോ നല്ല ജംഗ്ഷൻ നോക്കിയേ ഒരു കട തന്നെ. സാമ്പാറെല്ലാം പൊളിച്ചുട്ടോ, അടിപൊളി. ഇവിടെ സ്റ്റോക്ക് ഒന്നും ചെയ്യില്ല. നമ്മൾ അന്നന്ന് രാവിലെ 7 മണി 7:30 മണി ആകുമ്പോഴേ എല്ലാം റെഡി ആവുള്ളൂ. വീട്ടിൽ വെച്ച് കൊണ്ടുവരും. 11-11:30 ആകുമ്പോൾ എല്ലാം കഴിവ് ഒതുക്കും, വീട്ടിൽ പോകും. പിന്നെ വീട്ടിൽ ചെന്ന് വീട്ടിലെ കാര്യങ്ങളാണ്. വൈകുന്നേരം 3 മണിക്ക് 3-3:30 ആകുമ്പോൾ വരും. ഒരു ചായയും ഒരു പലഹാരവും. 7 മണി വരെ ഇരിക്കും. ഉച്ചയ്ക്ക് ഊണില്ല. രാവിലത്തെ നല്ല അടിപൊളി ചായയും കുടിച്ച് ഭക്ഷണം കഴിച്ചു. ദോശയായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥലം പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. സ്ഥലം നമ്മുടെ നെയ്യാറ്റിൻകര വന്നാൽ കീളിയോട് റോഡ് വരുമ്പോൾ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അയ്യപ്പ ക്ഷേത്രം കഴിഞ്ഞ് ജസ്റ്റ് ഒരു കിലോമീറ്റർ വന്നാൽ തന്നെ ലെഫ്റ്റ് സൈഡ് കാണാം നമ്മുടെ കട. അപ്പം എല്ലാവരും വരിക, ഗിരിജാമയെ കാണുക, രാവിലെ ദോശ കഴിക്കാം. അവർ നല്ല ആംബിയൻസോട് കൂടി തന്നെ ഭക്ഷണം കഴിക്കാം. കാരണം ഇങ്ങനൊരു സ്ഥലം, കാരണം ചുറ്റും വയലും അതുപോലെ തോടും, നല്ല ഒരു ഗംഭീര ആംബിയൻസാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.